നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2,97,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ താരമായി റോബോട്ട്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം തലൂർ ദീപ്തി സ്കൂളിൽ ആരംഭിച്ചു. വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബാലമുരുകന്റെ വേഷം വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളും ഉള്ള ഷർട്ട്. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബാലമുരുകൻ മുണ്ടഴിച്ചെടുത്ത് സ്വതന്ത്രനായി പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നഗരത്തിലും സമീപ ജില്ലകളിലും ഇന്നും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുന്നു. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2,97,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന മാള വടമ്മക്കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസാക്കിയെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്തേക്ക് കടക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ മീറ്റ് ദ കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംബന്ധിച്ച മച്ചാട് സ്കൂളിലെ കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം 10 സൈക്കിൾ വിതരണം ചെയ്താണ് കളക്ടർ വാക്കുപാലിച്ചത്. കുട്ടികളുമായി സ്കൂൾ അങ്കണത്തിൽ നിന്നും പുന്നപ്പറമ്പ് ചുറ്റി തിരികെ സ്കൂളിലേക്ക് സൈക്കിൾ സവാരിയും ചെയ്ത് കളക്ടർ ചടങ്ങ് വർണ്ണാഭമാക്കി. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളായ വിദ്യാർത്ഥികളെ അദ്ദേഹം അനുമോദിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, വാർഡ് മെമ്പർ രാമചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN നജീബ്, വിദ്യാഭ്യാസ ഓഫീസർ T. രാധ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, പ്രധാനാധ്യാപിക KK ഷീന, പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ ജോസഫ്, AS ബിദുൻ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ താരമായി റോബോട്ട്. ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച വിശിഷ്ട വ്യക്തികൾക്ക് പൂച്ചെണ്ടുമായി എത്തിയ റോബോട്ടിനെ കണ്ട് മന്ത്രി R. ബിന്ദു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾക്കും കാണികൾക്കും ഇതൊരു കൗതുക കാഴ്ചയായി. മന്ത്രിക്കും KK രാമചന്ദ്രൻ MLAക്കും ഉൾപ്പെടെയുള്ളവർക്ക് പൂച്ചെണ്ട് നൽകിയത് പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂളിന്റെ സുന്ദരി റോബോട്ട് റെക്സയാണ്. 2 പതിറ്റാണ്ടിനു ശേഷം പുതുക്കാട് സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വ്യത്യസ്തമായിരിക്കണമെന്ന സംഘാടകരുടെ ആശയമാണ് റെക്സയിലെത്തിയത്. വേദിയിലേക്ക് പൂച്ചെണ്ടുമായി കുണുങ്ങി വന്ന റെക്സ കലോത്സവത്തിനെത്തിയവരുടെ മനം കവർന്നു. കയ്യടിയോടെയാണ് റെക്സയെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ വരവേറ്റത്. അതിഥികൾക്ക് പൂച്ചെണ്ട് നൽകിയ ശേഷം കൈകൊടുക്കാനും റെക്സ മറന്നില്ല. 2023 സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ ചേർന്ന് റെക്സ ദി ആന്റൺ എന്ന റോബോട്ടിനെ നിർമ്മിച്ചത്. അതുൽ ബൈജു, ഡെറിൻ ഡെൽഫിൻ, അശ്വന്ത് ആന്റണി, അവനീന്ദ്ര, അവന്തിക എന്നിവരാണ് റെക്സയെ വികസിപ്പിച്ചെടുത്തത്. ആ വർഷം സ്കൂളിലെ വാർഷികാഘോഷത്തിൽ റെക്സ അതിഥികൾക്ക് പൂച്ചെണ്ട് നൽകിയിരുന്നു. പിന്നീട് സ്കൂളിൽ വിശ്രമത്തിലായിരുന്ന റെക്സയെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് പുതിയ ഉടുപ്പണിയിച്ച് സുന്ദരിയാക്കി വേദിയിലെത്തിച്ചത്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം തലൂർ ദീപ്തി സ്കൂളിൽ ആരംഭിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, സംവിധായകൻ പ്രിയനന്ദൻ, എഴുത്തുകാരൻ ഷീജിത്ത് മുത്തേടത്ത്, MEO MV സുനിൽകുമാർ, പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണുകാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. 95 സ്കൂളുകളിൽ നിന്നായി 5000-ലേറെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. 10 വർഷമായി അവിടെ ഇവിടെ രാവിലെ ഇവിടെ തങ്ങി നമുക്കാവാം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 90 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിയൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2,97,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ താരമായി റോബോട്ട്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം തലൂർ ദീപ്തി സ്കൂളിൽ ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.